changing ratio. I'm starting the proper recording. Okay, start the recording. 3, 2, 1. Okay, reconstitution of പാർട്ണർഷിപ്പിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ കണ്ട കുറേ ലെസൺസാണ് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. Following is the balance sheet of A and B as on 31st March 2002. Who are equal partners. They have decided to admit C. Okay, 2002 is too old. ഞാൻ പണ്ടങ്ങാണ്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയത്. ഞാൻ ഇതിൻ്റെ വർഷം ഒന്ന് മാറ്റിക്കോട്ടെ. 2021. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. 2021. This is more okay, somewhat recent. And they have decided to admit C for 1/3 share in future profits. വളരെ സിമ്പിളായിട്ടുള്ള കണക്ക്. അതുകൊണ്ടാണ് അങ്ങനെ എ ആൻഡ് ബി ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. 31st മാർച്ചിൽ സി എ ഒരു ഈക്വൽ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ദേ ഹാവ് മെഷീനറി ബ്ലാ 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 ബ്ലാ, ജനറൽ റിസർവ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇതെല്ലാം കഴിഞ്ഞു. സി ഷാൽ പേ ₹10,000 ആസ് എ ഷെയർ ഓഫ് ക്യാപിറ്റൽ. Goodwill of the firm is valued at twice the average of the profits and machinery to be revalued. അപ്പം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് റീവാലുവേഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കി. ഇത് വളരെ ഓവർ സിംപ്ലിഫൈഡ് കണക്കുകളാണ്. ഇത് കഴിഞ്ഞിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, വി ആർ റീവാല്യൂയിങ് 3 things. Machinery revalued at 14,000. Buildings increased to 20. Premises are estimated to be worth 20,000. That means these 3 things are revalued. അപ്പോൾ അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി മെഷീനറി, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നേരെ ഡീസൻ്റായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ എഴുതാൻ പറ്റും. അതിനാണ് ഈ മാർക്ക് ചെയ്ത് വയ്ക്കാൻ പറയുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് മെഷീനറി ബിൽഡിങ്സ്. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കാരണം എൻ്റെ ഈ സ്ക്രീൻ ക്യാപ്ചറിൻ്റെ ഒരു സംഭവം കൂടി ഇതിന് മേളിൽ വരുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ 3 നമുക്ക് റീവാല്യൂ ചെയ്യണം. അപ്പോൾ അത് ബാക്കിയുള്ളതിൻ്റെ എല്ലാം വില അതുപോലെ എഴുതാം. അതാണ് എൻ്റെ കാര്യം. ടൂൾസ്, പെറ്റി ക്യാഷ്, ഓഫീസ് എക്വിപ്മെൻറ്റ് വിൽ നോട്ട് ചേഞ്ച്. വി വിൽ റൈറ്റ് ദ നമ്പേഴ്സ് ആസ് ദേ അപ്പിയർ ഹിയർ. ഓക്കെ, ഇത് 3 നമുക്ക് അതുപോലെ പുതിയ ബാലൻസ് ഷീറ്റിലങ്ങ് എഴുതി വെക്കാവുന്നതാണ്. ഇതൊക്കെ കുറുക്കോഴികളാണ്. പിന്നെ എയ്സ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, ജനറൽ റിസർവ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇതിന് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് സമയം പോകും, പരീക്ഷയ്ക്ക് അതിന് സമയം പോകും. അപ്പോൾ ഇവിടെ എനിക്ക് ആ സമയത്തിൻ്റെ പ്രഷർ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വിടുകയാണ്. മെഷീനറി ടു ബി റീവാല്യൂഡ് അറ്റ് 14,000. ബിൽഡിങ്സ് ടു ബി ഇൻക്രീസ് ടു 20,000. Premises are estimated to be worth 20,000 and you have to prepare the account ₹1,000. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 15,000 മൈനസ്. ഓക്കെ, നൗ നമുക്ക് റീവാലുവേഷനിലോട്ട് പോകാം. കണക്ക് ചെയ്ത് തുടങ്ങാം. മെഷീനറി അക്കൗണ്ട് ഹാസ് ടു ബി റീവാല്യൂഡ് അറ്റ് 14,000. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മെഷീനറി നൗ? ഇറ്റ് ഈസ് 15. 14,000 ₹1,000 നമ്മൾ നഷ്ടപ്പെടും. മറ്റ് 2 ബിൽഡിങ്സ്, പ്രമിസസ്, ദീസ് 2 വിൽ ബിക്കം 20,000 ഈച്ച്. ബിൽഡിങ്സ് ഇൻക്രീസ് ടു 20,000 ആൻഡ് ദ അതർ വൺ പ്രമിസസ് ടു ബി എസ്റ്റിമേറ്റഡ് അറ്റ് 20,000. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മുടെ പ്രോഫിറ്റായിട്ട് മാറും. ഓക്കെ, ഗോ ടു ദ റീവാലുവേഷൻ അക്കൗണ്ട്. Go to the revaluation account. 15,000, you are losing 1,000. So when you are losing, you will debit the revaluation account. So revaluation account letter to machinery. പുതിയ വാല്യൂ എന്ന് പറയുന്നത് 14,000. 15,000 is the old value and you are ഇതുവരെ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. You know this. 14,000 is a new value and you are losing 1,000. അതുപോലെ ബിൽഡിങ്സിൻ്റെ ഞാനിവിടെ ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത കണക്ക് വരുമ്പോൾ
എക്സലിലാണ് ചെയ്യുന്നത്. സോ ഐ വിൽ ഹൈഡ് ദിസ് തിങ് ഫോർ എ വൈൽ. ഇത് ഹൈഡ് ചെയ്ത് ബിൽഡിങ്സിൻ്റെ അക്കൗണ്ട്, ബിൽഡിംഗ് ഈസ് ₹13,240. ബിൽഡിങ്സിൻ്റെ റീവാലുവേഷൻ 13,240 is the value. That is 13,240 is the value. Okay, 20,000 is the new value. 20, your new value is 20,000. Old value is 13,240. So you are gaining 6,760. Newcomers, ഇവിടെ വിസിറ്റേഴ്സിനോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഇവിടെ there is nothing interesting. We will go to, okay, so the buildings account, we gain 6,000. Okay, we lost 1,000 here. Buildings account, that was the old one. Okay, now we are gaining 6,740. ഞാൻ ഇതിനകത്തൊന്നുമില്ല, ആകെ ചെറിയ 2 നമ്പേഴ്സേ ഉള്ളൂ. ഇത് ആദ്യത്തെ കണക്കായതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം കൊച്ചു കാര്യമായിട്ടിട്ടിരിക്കുകയാണ്. Premises also 20,000 is the new value, and old value is how much? Premises ₹10,590. 10,590 will become 20,000. 20,000 minus 10,590, you are gaining 9,410. Okay, ഇതാണ് നമുക്കുള്ള ഗെയിൻ. ഇത്രയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ എടുക്കാം. ടോട്ടൽ വിൽ കം ടു 16,000. ദാറ്റ് ഈസ് 6,9,410 പ്ലസ് 6,760 equals, you are making, your credit is 16,770. Okay, you have the total here, and the balance is 15,170, and they are equal partners. Okay, minus 1,000. You are okay. നിങ്ങളിത് കാണുന്നവർ ചെയ്യുമ്പോഴത് നോട്ട്ബുക്കിൽ ഇത് കുറിച്ചെടുക്കണം. And newcomers, you are, this is only recording something. This is actually not a live display. നിങ്ങളിവിടെ വന്നെങ്കിൽ താങ്ക് യു ഫോർ വിസിറ്റ്. പിന്നീട് എൻ്റെ ചാനലിൽ വന്നാൽ ഈ പ്രോപ്പർ വീഡിയോ കാണും. ഇതിപ്പോൾ ലൈവ് എന്ന് പറയുന്നത് എനിക്ക് ആ ഓഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം, ഈ പുതിയ വിസിറ്റേഴ്സിനോട് മാത്രം പറയുകയാണ്. ഓക്കെ, സോ 15,170 ഡിവൈഡഡ് ബൈ 2. 2 പാർട്ട്നേഴ്സാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈച്ച് പാർട്ട്ണർ വിൽ ഗെറ്റ് 7,585. ഓക്കെ, 7,585 വെച്ച് ഓരോ പാർട്ട്ണർക്ക് കിട്ടും. 7,585, and that will go to partners capital account. നിങ്ങൾക്ക് ഇനി നമ്മൾക്ക് ഇപ്പോൾ റീവാലുവേഷൻ കഴിഞ്ഞു. റീവാലുവേഷൻ പ്രോഫിറ്റ് വിൽ ഗോ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇഫ് യു ആർ റൈറ്റിംഗ് ദ ജേർണൽ എൻട്രി, റീവാലുവേഷൻ അക്കൗണ്ട് ലെറ്റർ ടു partners capital account. So the revaluation account is closed, your balance is 0. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടിരിക്കുകയാണ്. ന്യൂ കമേഴ്സ്, നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്നവർ, പ്ലീസ് ഇൻഫോം ദോസ് ഹു ആർ ക്ലാസ് 12 കോമേഴ്സ് സ്റ്റുഡൻറ്റ്. CBSE ക്ലാസ് 12 കോമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയാണ്. പ്ലീസ് വിസിറ്റ് മൈ ചാനൽ, നോട്ട് ഹിയർ. ഇവിടെ ഇപ്പോൾ ലൈവ് നിങ്ങൾ വെറുതെ കാണുക, ഒരു ഉപയോഗമില്ല. ദിസ് ഈസ് ഓൺലി ഐ ആം റെക്കോർഡിംഗ് ദിസ്. ഓക്കെ, നൗ ഇത് രണ്ടും നമ്മുടെ അക്കൗണ്ടിൽ ഇവിടെ ഉള്ളതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഈസ് 14,500 and 12,500. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കാം. These are the numbers. So we will take all of them. Capital account of A 14,500, capital account of B 12,500. And there is a general reserve 6,650 will go to 2 partners. Equal ആയിട്ട് 2 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു പ്രാവശ്യം കൂടെ നോക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ദീസ് ആർ ഓപ്പണിംഗ് ബാലൻസസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് 14,500 and 12,500. 2 പാർട്ട്നേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസസ് 12,500 and 14,500.
ദെൻ ദ ജനറൽ റിസർവ് നിങ്ങൾ അവിടെ കണ്ടതാണ്. ജനറൽ റിസർവ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3825 ഞാനത് 7650 നിങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് അതുകൂടെ കാണിച്ചിട്ട് ചെയ്യാം. റിസർവ് ആണ്. ഇവിടെ 3 ഐറ്റംസേ ഉള്ളൂ. അത് ഇപ്പം ഞാനിപ്പോൾ ഈ കണക്ക് വളരെ സ്ലോയിൽ ചെയ്യുകയാണ്. കാരണം അത് നിങ്ങൾ പഠിക്കുമ്പം സ്പീഡ് ചെയ്തിട്ട് കാര്യം നിങ്ങളുടെ സമയം എടുത്ത് കാണണം. ഇത് ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. ഇഫ് യു ആർ എ ന്യൂ കമർ ഹിയർ പ്ലീസ് കം ബാക്ക് അഗെയിൻ, നോട്ട് നൗ. ഓക്കെ, ഈ 3 ഐറ്റംസാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഡീല് ചെയ്ത് ഇവിടെ പഴയ ബാലൻസ് ഷീറ്റ് ഷുഡ് ബിക്കം 0. ഓക്കെ, അതിനകത്ത് ഏതെങ്കിലും ഐറ്റം വിട്ടുപോയാൽ നിങ്ങൾ ഫൈനലി കണക്ക് ചെയ്യുമ്പോൾ തെറ്റും. നമ്മൾക്ക് 7650 ഈസ് ഡിവൈഡഡ്. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റീവാലുവേഷൻ പ്രോഫിറ്റ്. ഓക്കെ, ദാറ്റ് 7650 വിൽ കം ടു 2 partners 3825 and 3825. These are equal partners. അത് കഴിഞ്ഞാൽ നമ്മുടെ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഇത് വളരെ വളരെ എളുപ്പമുള്ള കണക്കാണ്, വളരെ സിമ്പിളാണ്. 6 മാർക്കിൻ്റെ കണക്കാണ് ഇത്. അതുകൊണ്ട് ഈ ചാനലിൽ നിങ്ങൾ വന്ന് ദിവസവും വന്ന് ഇവിടെ ഇട്ടേക്കുന്ന ഇത് ഭയങ്കര ബോറിംഗ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇത് ഡിസംബർ കൊണ്ട് 12ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള എല്ലാ പോർഷനും ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരും. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ മാത്രം, ട്യൂഷന് പോയി ഫീസ് കൊടുത്ത് കാശ് കളയാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ യു ക്യാൻ വിസിറ്റ് ഹിയർ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ട്യൂഷൻ മണി നീദർ. ഐ എം ലുക്കിംഗ് ഫോർ യൂട്യൂബ് മണി. ഇത് രണ്ടിനും ഇപ്പോഴതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാനതൊന്നും നോക്കുന്നില്ല. ഞാൻ വെറുതെ ചാനലിൽ ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ വീണ്ടും വീണ്ടും ഇവിടെ വരണം. അതുപോലെ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് വർഷം ഇത് പഠിപ്പിച്ചത്, എനിക്ക് ഈ സബ്ജക്റ്റ് കവർ ടു കവർ കാണാൻ പാടാം. അതുകൊണ്ട് അതെൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല, ഒത്തിരി നാളിത് പഠിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പുതിയ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കം ടു മൈ ചാനൽ റെഗുലർലി. യു വിൽ ഫൈൻഡ് സംതിങ് വെരി യൂസ്ഫുൾ. ഓക്കെ, ദ ന്യൂ പാർട്ട്ണർ. അപ്പോൾ കഥ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് സമയം കളയുന്നില്ല. Admissional C is bringing in rupees 10,000 as his capital, and goodwill of the firm is valued as this, and he will pay for his share. ആദ്യം goodwill, ആദ്യം capital അങ്ങ് എഴുതാം. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡയറക്ടർ. ക്യാഷ് നല്ല എഴുതേണ്ടത് ശരിക്കും ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതേണ്ടത്. നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ ക്യാഷ് എന്നൊക്കെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. റിയൽ ലൈഫിൽ ഇതൊക്കെ ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ട് ഡയറക്ടർ ടു സീസ് ക്യാപിറ്റൽ. ഇനി ഗുഡ്വിൽ സി കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് മണി വിൽ ഗോ ടു എ ആൻഡ് ബി. കൊണ്ടുവരുന്നു എന്ന് ഡയറക്റ്റ് പറയാതെ ഇവിടെ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുകയാണ്. ഗുഡ്വിൽ ഓഫ് ദ ഫേം, ഗുഡ്വിൽ വാല്യുവേഷൻ ആണ്. ഇവിടെ നിന്ന് ഒന്നതൊന്ന് വായിച്ച് നോക്കി എന്തോ പറഞ്ഞിരിക്കുന്നത്. ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ട്വൈസ് ദ ആവറേജ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 3 years. ഓക്കെ, 3 വർഷത്തെ പ്രോഫിറ്റ് എടുത്ത് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കണം. അതാണ് ഫേമിൻ്റെ ഗുഡ്വിൽ. നേരെ ഗുഡ്വിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇത് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരും. ഇവിടെ നോക്കി 3 വർഷത്തെ ലാഭം. ഒന്നുകൂടെ വായിച്ചു. ഗുഡ്വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ട്വൈസ് ദ ആവറേജ് പ്രോഫിറ്റ്സ് ഫോർ ദ ലാസ്റ്റ് 3 years. ലാസ്റ്റ് 3 years പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നോക്കിക്കേ, ദാറ്റ് ഈസ് 12. അപ്പുറത്തും പോയോ? ഒരു മിനിറ്റ്. 3 years പ്രോഫിറ്റ് പറയുന്നത് 12,000, 10,500 and 13,500. 12,000 plus 10,500 plus 13,500. ആദ്യം നമുക്ക് ഇതിൻ്റെ ആവറേജ് എടുക്കണം. അപ്പം മൊത്തം 36,000 എന്ന് വരും, ഡിവൈഡഡ് ബൈ 3. അപ്പം ആവറേജ് പ്രോഫിറ്റ് ഈസ് 12,000. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇതിങ്ങനെ മനസ്സിലാക്കണം. ഇത് വായിക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണ്. ഇത് വളരെ വളരെ ചെറിയ സാധനമാണെന്ന് മനസ്സിലാക്കുക. 12ാം ക്ലാസ്സിലെ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ ബേസിക്സ് മനസ്സിലാക്കിയാൽ ഇതുപോലുള്ള ഏതെങ്കിലും ക്ലാസ്, ഇനി നിങ്ങൾ എൻ്റെ ക്ലാസ്സിലിരിക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും വീഡിയോ ക്ലാസ്സുകൾ ഇതുപോലെയുള്ള സാർമാരിരുന്ന് മെനക്കെട്ടിരുന്ന്
പതുക്കെ പറഞ്ഞു തരുന്ന ക്ലാസ്സുകളിൽ ഇരുന്ന് നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു ട്യൂഷൻ ക്ലാസ്സിലോ റെഗുലർ ക്ലാസ്സിലോ ഇരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് പതുക്കെ പഠിച്ചാൽ ഈ സബ്ജക്റ്റ് വളരെ ഈസിയാണ്, ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഓക്കെ പോട്ടെ. ആവറേജ് പ്രോഫിറ്റ് ഈസ് 12,000 ഇൻറ്റു 2 ട്വൈസ് ദ ആവറേജ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗുഡ് വിൽ ഈസ് 24,000. അതങ്ങ് പറയുന്നതിന് പകരമാണ് വളച്ചു കെട്ടി പറയുന്നത്. ഗുഡ് വിൽ ഓഫ് ദിസ് ഫേം ഈസ് 24,000 ആൻഡ് ദിസ് മാൻ ഈസ് ബ്രിങ്ങിങ് ഇൻ ഹിസ് ഷെയർ. ഇയാൾക്ക് 1/3 പ്രോഫിറ്റ് ആണെന്ന് നിങ്ങൾ നേരത്തെ കണ്ടു. C is admitted for 1/3. A and B are equal partners. 1, 1, 1. Okay. 1:1:1. So C's share is 1/3 of 24,000. So 24,000 divided by 3. E Manishan will pay rupees 8,000 as his share of goodwill. ഈ കൊണ്ടുവരുന്നത് ക്യാഷാണ്. ഗുഡ് വില്ല് കൊണ്ടുവരുന്നു എന്ന് ഞങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയും. പിള്ളേരെ അത് കേട്ടിട്ട് ഗുഡ് വില്ല് കൊണ്ടുവന്നോ എന്ന് ചോദിച്ചാൽ ഗുഡ് വില്ലല്ല കൊണ്ടുവരുന്നത്, ക്യാഷാണ് കൊണ്ടുവരുന്നത്. ക്യാഷ് അക്കൗണ്ടിലാണ് ഇത് എമൗണ്ട് കൂട്ടി കാണിക്കേണ്ടത്. മനസ്സിലായല്ലോ? പല കുട്ടികൾക്ക് അബദ്ധം പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഗുഡ് വില്ല് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻകമിംഗ് പാർട്ണർ, ദ ന്യൂ പാർട്ണർ ഈസ് ബ്രിങ്ങിങ് ഇൻ ക്യാഷ് ആൻഡ് ദാറ്റ് ക്യാഷ് ഈസ് ആഡഡ് ടു, ഓക്കെ, ദാറ്റ് ഈസ് ദി ഷെയർ ഓഫ് ഗുഡ് വിൽ. അത് മതി, അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ 8,000 ആണ് ഈ മനുഷ്യൻ കൊണ്ടുവരുന്നത്, ഇൻ അഡീഷൻ ടു 10,000 ആസ് ഹിസ് ക്യാപിറ്റൽ. സോ ദർ ഈസ് 10,000 ക്യാപിറ്റൽ പ്ലസ് ഹി ഈസ് ബ്രിങ്ങിങ് ഇൻ rupees 8,000 ആൻഡ് ദാറ്റ് മണി വിൽ ഗോ ടു എ ആൻഡ് ബി ഈക്വലി. ഗുഡ് വിൽ കൊണ്ടുവന്നത് എയ്ക്കും ബിക്കും കൊടുത്തു 4,000 ഈച്ച്. അതിന് സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. ഇത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല. സോ ദ ടോട്ടൽ 29,910, 27,910 and 10,000. That is the amounts that will go to balance sheet. ഇനി നമ്മൾ ഓക്കെ, ഇത് ബാലൻസ് ഷീറ്റിലേക്കുള്ള എമൗണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഓർമ്മിച്ച് വെച്ചേക്കുക. പുതിയ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ നമ്പേഴ്സാണ് കാണിക്കാൻ പോകുന്നത്. 3 പേരുടെയും ക്യാപിറ്റൽ കിട്ടി. പുതിയ ബാലൻസ് ഷീറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്കുകൂടെ പറയാം. ബാക്കി റീവാല്യൂ ചെയ്ത 3 ഐറ്റംസ് ഉണ്ട്. റീവാല്യൂ ചെയ്യാത്ത ഐറ്റംസിൻ്റെ വാല്യൂ അതുപോലെ എഴുതുക. ക്യാഷിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനിവിടെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ബാലൻസ് ഷീറ്റിലോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാഷിൻ്റെ കാര്യത്തിലേ ഉള്ള ഇച്ചിരി പ്രശ്നമുള്ളത്. ക്യാഷ് പറയുമ്പോൾ ഓൾഡ് ബാലൻസ് പ്ലസ് ദിസ് 10,000 ആഡഡ്, ദാറ്റ് ഈസ് ഹിസ് ക്യാപിറ്റൽ, പ്ലസ് ദിസ് 8,000, ദാറ്റ് ഈസ് ഗുഡ് വിൽ. സോ ക്യാഷിൻ്റെ കാര്യത്തിൽ പഴയ ബാലൻസ് പ്ലസ് 18,000 ഈസ് ദ ന്യൂ ക്യാഷ് ബാലൻസ്. ഓക്കെ, അവിടെ തെറ്റിക്കരുത്. വളരെ എളുപ്പമാണ്. നമുക്ക് പഴയ ബാലൻസ് ഷീറ്റ് എടുക്കുക. ഒറ്റ നോട്ടത്തിൽ പറയാം. മെഷീനറി 14,000 കണ്ടതാണ്. ബിൽഡിങ്സ്, പ്രിമിസസ് 20,000 ഈച്ച്. പിന്നെ ടൂൾസ്, പെറ്റി ക്യാഷ്, ഓഫീസ് എക്യുപ്മെൻറ്റ്, ആ വില അതുപോലെ തന്നെ ഇട്ടേക്കുക. ഞാൻ ഈ സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായത് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈസി ഫോർ യു. 15,000 ഈസ് 14,000 ഇൻ ദ ന്യൂ ബാലൻസ് ഷീറ്റ്. ബിൽഡിങ്സ് ഞാൻ ലിസ്റ്റായിട്ട് പറയുകയാണ്. ദിസ് ഈസ് 14,000, ദിസ് ഈസ് 20,000 ബിൽഡിങ്സ്, ആൻഡ് ദിസ് പ്രിമിസസ്, ദിസ് ഈസ് 20,000. ടൂൾസ് നോ ചേഞ്ച്. അപ്പോൾ ഈ 3 നമ്പർ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അതൊന്ന് മഞ്ഞ അടിച്ചേക്കാം. ഇനി അതിന് ഒരു സംശയം ഉണ്ടാകണ്ട. ഇത് ഈ കംപ്ലീറ്റ് ഐറ്റം ഇതുപോലെ എഴുതണം. പക്ഷേ എമൗണ്ട്സ് എഴുതുമ്പോൾ ദിസ് ഈസ് 14,000 ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഈസ് 20,000, തേർഡ് വൺ ഈസ് 20,000. ഓക്കെ, ഗോ ടു ദ ഫോർത്ത് വൺ. ടൂൾസ് സെയിം, പെറ്റി ക്യാഷ് 500, ഓഫീസ് എക്യുപ്മെൻറ്റ് 420, ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഓൾഡ് ബാലൻസ് ഈസ് 4,000, ന്യൂ ബാലൻസ് ഈസ് 4,000 പ്ലസ് 18,000. 18,4 22,000. അത്രയേ ഉള്ളൂ ബാലൻസ് ഷീറ്റ് ടോട്ടൽ കഴിഞ്ഞു. ഇതേ നോക്കിക്കൊണ്ട് പറയാം പുതിയ ബാലൻസ് ഷീറ്റ്. ഞാൻ അവിടെ പോകുമ്പോൾ തെറ്റിക്കരുത്. പുതിയ ബാലൻസ് ഷീറ്റിൽ ദർ ഈസ് നോ ജനറൽ റിസർവ് ദാറ്റ് ഹസ് ഗോൺ ഇൻ ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദി ഓൾഡ് പാർട്ട്നേഴ്സ്. പ്രോവിഡൻറ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കത്തില്ല, എംപ്ലോയീസിന് കൊടുക്കാനുള്ളതാണ്. മിസസ് ബീസ് ലോൺ ട്രാൻസ്ഫർ ചെയ്യരുത്, അവിടെ കിടക്കും. അതുപോലെ 600 രൂപയേ ഉള്ളൂ. ആൻഡ് ക്രെഡിറ്റേഴ്സ് 5,500. നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റിലോട്ട് പോയി ഈ നമ്പേഴ്സ് എല്ലാം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ ഈ പെട്ടെന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ സ്ക്രീൻ നീക്കിയാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നില്ല. ഗോ സ്ട്രെയിറ്റ് ടു ദ ന്യൂ ബാലൻസ് ഷീറ്റ്. കണ്ടോ,
മെഷീനറി ഇസ് ബിക്കം 14. ആദ്യത്തെ 3 ഐറ്റത്തിനേ ഉള്ളൂ ചേഞ്ച്. ഈ 3 ഐറ്റം മാത്രം ചേഞ്ച് ചെയ്തു. മെഷീനറി ഹാസ് ബിക്കം 14,000, ദിസ് ഹാസ് ബിക്കം, ബിൽഡിംഗ് ഹാസ് ബിക്കം 20,000 ആൻഡ് പ്രിമിസസ് ഹാവ് ബിക്കം 20,000. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ടൂൾസ് പഴയ വില തന്നെ 1,250, പെറ്റി ക്യാഷ് പഴയ നമ്പർ തന്നെ 500. കൺട്രോൾ സെറ്റ്. ആൻഡ് ഓഫീസ് എക്യുപ്മെൻറ്റ് പഴയ നമ്പർ തന്നെ, അത് സ്ക്രൂ ഡ്രൈവർ വല്ല ആയിരിക്കും, 420. ക്യാഷ് അറ്റ് ബാങ്ക് കണ്ടോ, ക്യാഷ് അറ്റ് ബാങ്കിൽ 18,000 പ്ലസ് ഓൾഡ് വാല്യൂ. Cash at bank is 18,000, sorry, old value is 4,000 plus C brought in rupees 10,000 as his capital, plus he brought in rupees 8,000 as his share of goodwill, so total is 20,000. So cash at bank is 20,000. Cash എന്ന് എഴുതിയെങ്കിൽ ഞാൻ ഇവിടെ cash at ബാങ്കിലാണ് അത് കൂട്ടിയത്. That is okay, perfect. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുക, കാരണം നിങ്ങൾക്കത് മനസ്സിൽ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഈ 3 വാല്യൂസ് നിങ്ങൾക്കറിയാം. പഴയ ക്യാപിറ്റൽ അക്കൗണ്ട്സ് നോക്കിയാൽ നമുക്കൊന്ന് ഒന്നുകൂടെ നോക്കാം. 29,910, 27,910, 10,000. 29,910, 27,910 ആൻഡ് 10,000. ക്യാപിറ്റൽ അക്കൗണ്ട്സ് പെർഫെക്റ്റ്. ഇനിയും ബാക്കിയുള്ള ക്രെഡിറ്റ് സൈഡിൽ റിസർവ് ഇല്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. റിസർവ് അവിടെ കാണത്തില്ല. പിന്നുള്ളത് നോക്കണ്ട, കഴിഞ്ഞു. പ്രൊവിഡൻറ്റ് ഫണ്ട്, മിസ്സസ് വീസ് ലോൺ, ക്രെഡിറ്റേഴ്സ് അതുപോലെ തന്നെ. ആൻഡ് യുവർ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ഈസ് 78,170. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ ഇൻ ദ ചാനൽ. നിങ്ങൾ ചാനലിൽ വന്നാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം. ഇപ്പോൾ കാണുന്നത്, ഇപ്പോൾ എൻ്റെ ലൈവിൽ വന്നിട്ടുള്ള ഫ്രണ്ട്സിനോട് പറയുകയാണ്, നിങ്ങളിവിടെ എൻ്റെ മുഖം മാത്രമാണ് കണ്ടത്, ആ സ്ക്രീനിൽ ഞാൻ ചെയ്തത് കാണുന്നില്ല. അതുകൊണ്ട് പ്ലീസ് കം ടു ദ ചാനൽ. സോ ആഫ്റ്റർ 1 hour ഐ വിൽ അപ്ലോഡ് ദിസ് വീഡിയോ ആൻഡ് യു ക്യാൻ സീ ഇറ്റ് ഇൻ മൈ ചാനൽ. ഇഫ് യു നോ എനിബഡി ഹൂ ഈസ് ഇൻ ക്ലാസ് 12, CBSE ഓർ സ്റ്റേറ്റ് സിലബസ് ഏതായാലും മതി, ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നത് പോലെ ഇത്രയും നിർത്തി ഇത്രയും നന്നായി ആരും പഠിപ്പിക്കത്തില്ലെന്ന് ഞാൻ തെളിച്ച് പറയാം. കാരണം 10-40 വർഷത്തെ പരിചയമുണ്ട്. ഇത് പഠിപ്പിക്കുക മാത്രമല്ല, കണക്ക് എഴുതുകയും നാഷണൽ ഇൻ്റർനാഷണൽ എല്ലായിടത്തും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഞാൻ പറയുന്നതൊക്കെ 100% ഉത്തരവാദിത്വത്തോടെയാണ് പറയുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ട്യൂഷന് പോകാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഡിസംബർ വരെ സ്ഥിരമായി എൻ്റെ ചാനൽ വന്ന് കാണണം. അക്കൗണ്ടൻസിയുടെ കാര്യത്തിൽ 12ാം ക്ലാസ്സിൻ്റെ അക്കൗണ്ടൻസി